അങ്ങനെ ഈ ആഴ്ചയും ഒരാൾക്ക് സ്ട്രൈക്ക് കാർഡ് കൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ. റെഡ് കാർഡാണോ അതോ യെല്ലോ കാർഡാണോ കൊടുത്തത്? ആർക്കാണ് കിട്ടിയത്? ജിൻഡോയ്ക്കാണോ അതോ ജാസ്മിനാണോ കിട്ടിയത്? എന്ത് കാരണം കൊണ്ടാണ് റെഡ് കാർഡ് കിട്ടിയ കാര്യം അല്ലെങ്കിൽ യെല്ലോ കാർഡ് കിട്ടിയ കാര്യം എന്താണ് സംഭവം? വാസ്തവം എന്താണ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ എനിക്കറിയാൻ പറ്റിയത് ഒരാൾക്ക് ലാലേട്ടൻ ഈ ആഴ്ച സ്ട്രൈക്ക് കാർഡ് കൊടുത്തു എന്നാണ്. അത് ജിൻഡോയ്ക്കോ ജാസ്മിനോ ആവാനാണ് ചാൻസ് എന്നാണ് അറിഞ്ഞത്. ഒരാൾക്ക് എന്തായാലും സ്ട്രൈക്ക് കാർഡ് കൊടുക്കുന്നുണ്ടെന്ന് അറിയുന്നു. എന്ത് കാരണമാണ് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഒരാൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഒരു 100% കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിൽ നിന്നാണ് അറിയുന്നത്. അപ്പോൾ ആർക്കാണ് ആ കൊടുക്കുന്നത്? ജിൻഡോയ്ക്കോ ജാസ്മിനോ ഗബ്രിക്കോ ആയിരിക്കും. കാരണം ഇവർ 3 പേരുമാണ് ഈ വീക്കിൽ എന്തെങ്കിലുമൊക്കെ അതിര് കടന്ന് പെരുമാറിയിട്ടുണ്ടെങ്കിൽ പെരുമാറിയിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ പോലെ മുടി കേസിൽ ഗബ്രിക്കോ ജിൻഡോയ്ക്കോ കിട്ടുമോ, അതോ ഇനി ഈ പറഞ്ഞതുപോലെ അടിക്കേസിൽ ജയിലിൽ കിടന്ന് അടിച്ച കേസിൽ ജാസ്മിൻ ആയിരിക്കോ കിട്ടുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും ആർക്കോ ഒരാൾക്ക് സ്ട്രൈക്ക് കാർഡ് കിട്ടിയിരിക്കുകയാണ്. അത് ജിൻഡോയ്ക്കായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ജാസ്മിൻ ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ജാസ്മിന് കിട്ടാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പ്രൊമോ വരും. അത് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കൊള്ളാം, നോക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.